PU ചിത്രയ്ക്ക് അനുകൂലമായ ഹൈക്കോടതി വിധി അട്ടിമറിക്കാൻ നീക്കം. സാങ്കേതിക തടസ്സങ്ങൾ ചൂണ്ടിക്കാട്ടി ലണ്ടനിലേക്കുള്ള യാത്ര വൈകിപ്പിക്കാനാണ് നീക്കം. ഓരോ മണിക്കൂറുകൾ വൈകുന്തോറും ചിത്രയുടെ സാധ്യതകൾ മങ്ങുകയാണ്. വിവരങ്ങളുമായി മനുശങ്കർ ചേരുകയാണ്. മനു, കരുതിക്കൂട്ടി ചിത്രയുടെ യാത്രയടക്കം മുടക്കാനുള്ള ഒരു നീക്കം, ഇതിനു പിന്നിൽ ആരാണ് എന്നുള്ള ചോദ്യമാണ് നിലവിൽ ഉയർന്നു വരുന്നത്. എന്തു വേണം മനസ്സിലാക്കാൻ? ചിത്രയ്ക്ക് നീതി ലഭ്യമാക്കാൻ അത്ലറ്റിക്സ് ഫെഡറേഷൻ ഇപ്പോഴും കനിയുന്നില്ല. ഓരോ മണിക്കൂർ കഴിയുന്തോറും ചിത്രയ്ക്കുള്ള സാധ്യതകൾ മങ്ങുകയാണ്. ചിത്രയെ ദേശീയ അത്ലറ്റിക്സ് ഫെഡറേഷൻ ഇന്ത്യൻ ടീമിൽ ഉൾപ്പെടുത്തി ലണ്ടനിലേക്ക് അയക്കണമെന്ന് ഹൈക്കോടതി ഉത്തരവുണ്ടായിരുന്നെങ്കിലും ഇപ്പോഴും ഇത് സംബന്ധിച്ചുള്ള അപ്പീൽ നൽകാൻ ഫെഡറേഷൻ തയ്യാറായിട്ടില്ല. ലോക അത്ലറ്റിക്സ് ഫെഡറേഷൻ മുമ്പാകെ ഈ ലോക അത്ലറ്റിക്സ് മീറ്റിനുള്ള യോഗ്യത PU ചിത്ര നേടിയിരുന്നുവെന്നും ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ടാണ് ചിത്രയെ ടീമിൽ ഉൾപ്പെടുത്താതിരുന്നതെന്നും ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ദേശീയ അത്ലറ്റിക്സ് ഫെഡറേഷൻ വേണമെങ്കിൽ ലോക അത്ലറ്റിക്സ് ഫെഡറേഷൻ മുമ്പാകെ നിവേദനം നൽകാൻ സാധിക്കുന്നതാണ്. പക്ഷേ ഇതുവരെയും ഇത് സംബന്ധിച്ചുള്ള നീക്കങ്ങളൊന്നും അത്ലറ്റിക്സ് ഫെഡറേഷൻ നടത്തിയിട്ടില്ല. കൂടാതെ ഈ ദേശീയ അത്ലറ്റിക്സ് ഫെഡറേഷൻ പ്രസിഡന്റ് കൂടിയായ അതിൽ സുമരവില, അതോടൊപ്പം മറ്റംഗമായ EK വത്സൻ എന്നിവർ ദേശീയ അത്ലറ്റിക്സ് ഫെഡറേഷൻ അംഗങ്ങൾ ഇരുവരും ലോക അത്ലറ്റിക്സ് ഫെഡറേഷൻ അംഗങ്ങളിൽ ഉൾപ്പെട്ടവരാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഇവർക്ക് നേരിട്ട് ഇത് സംബന്ധിച്ചുള്ള നിർദ്ദേശം നൽകാനും സാധിക്കുന്നതാണ്. പക്ഷേ ഇത് സംബന്ധിച്ച് ഒരു നീക്കവും ഇതുവരെ ദേശീയ അത്ലറ്റിക്സ് ഫെഡറേഷൻ നടത്തിയിട്ടില്ല. ഹൈക്കോടതി വിധി ഉള്ള ഒരു പശ്ചാത്തലത്തിൽ ആ ഹൈക്കോടതി വിധി നടപ്പാക്കാൻ ശ്രമിച്ചു എന്നെങ്കിലും ഫെഡറേഷന് വരുത്തി തീർക്കേണ്ടതുണ്ട്. അതിനുള്ള അത്ലറ്റിക്സ് ഫെഡറേഷൻ നടത്തുന്നത് ഹൈക്കോടതി ചോദ്യം ചെയ്തിരുന്നത് ചിത്രയ്ക്ക് യോഗ്യതയില്ല എന്ന കാരണം എങ്ങനെ ഫെഡറേഷൻ മുന്നിലേക്ക് വയ്ക്കുന്നു എന്നതായിരുന്നു. ഏഷ്യൻ അത്ലറ്റിക്സ് ഫെഡറേഷനിൽ സ്വർണം നേടിയ ആൾക്ക് സുഗമമായി ലോക അത്ലറ്റിക്സ് ഫെഡറേഷനിൽ കടക്കാനുള്ള യോഗ്യതയുണ്ട്. അതിനാൽ ചിത്രയെ ഉൾപ്പെടുത്തണമെന്നാണ് ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നത്. അതിനാൽ തന്നെ ഈ യോഗ്യത ചില സാങ്കേതിക കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി ഉൾപ്പെടുത്താൻ സാധിക്കാതിരുന്നതാണ് എന്ന് ഹൈക്കോടതി മുമ്പാകെ മറുപടി നൽകാനാണ് ദേശീയ അത്ലറ്റിക്സ് ഫെഡറേഷൻ ഇപ്പോൾ നീക്കം നടത്തുന്നത്. പകരം ഇപ്പോൾ സമയം അവസാനിച്ചിരിക്കുന്നു. ഈ മാസം 24-ാം തീയതിയായിരുന്നു അവസാന തീയതി. അതിനാൽ ഇതിനുശേഷം പിന്നീട് ചിത്രയെ ഉൾപ്പെടുത്താൻ ലോക അത്ലറ്റിക്സ് ഫെഡറേഷനും അനുവാദം നൽകിയില്ല എന്നത് സംബന്ധിച്ചുള്ള മറുപടി ഹൈക്കോടതിയിൽ നൽകി. ഇത്തരം ഒരു അട്ടിമറി ശ്രമത്തിനാണ് ഇപ്പോൾ ദേശീയ അത്ലറ്റിക്സ് ഫെഡറേഷൻ ശ്രമിക്കുന്നത് എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ നൽകുന്ന സൂചനകൾ. ഇപ്പോഴത്തെ വിവരമനുസരിച്ച് ചിത്രയെ ഉടൻ ഒരു എൻട്രി നൽകാൻ ദേശീയ അത്ലറ്റിക്സ് ഫെഡറേഷൻ തയ്യാറാകുന്നില്ല. ഇപ്പോഴും ലോക അത്ലറ്റിക്സ് ഫെഡറേഷൻ മുമ്പാകെ തന്നെ ചില സാങ്കേതിക പ്രശ്നങ്ങൾ കൊണ്ടാണ് ചിത്രയെ ഉൾപ്പെടുത്താതിരുന്നതെന്നും യോഗ്യത ഉണ്ടായിരുന്നുവെന്നും ദേശീയ അത്ലറ്റിക്സ് ഫെഡറേഷൻ ചൂണ്ടിക്കാട്ടാവുന്നതാണ്. പക്ഷേ അത്തരം ഒരു നീക്കവും ഇതുവരെ നടത്താൻ ഫെഡറേഷൻ തയ്യാറായിട്ടില്ല. കേന്ദ്ര കായിക മന്ത്രി വിജയ് ഗോയൽ കഴിഞ്ഞ ദിവസം പറഞ്ഞത് കായിക ചട്ടക്കൂടുകൾക്കുള്ളിൽ നിന്നുകൊണ്ട് ഫെഡറേഷൻ എന്ത് തീരുമാനവും കൈക്കൊള്ളാമെന്നാണ് കേന്ദ്ര കായിക മന്ത്രി വിജയ് ഗോയൽ പറഞ്ഞത്. ഇതിനുള്ള നിർദ്ദേശം നൽകും, ഹൈക്കോടതി വിധി നടപ്പാക്കാൻ നിർദ്ദേശം നൽകുമെന്ന് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇത് ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം കൈക്കൊള്ളേണ്ടത് ഫെഡറേഷൻ തന്നെയാണ്. ഇപ്പോഴത്തെ പ്രസിഡന്റ് കൂടിയായ അതിൽ സുമരവില ലോക അത്ലറ്റിക്സ് ഫെഡറേഷൻ അംഗം കൂടിയാണ്. അതിൽ സുമരവിലയ്ക്ക് സുഗമമായി ഇത് സംബന്ധിച്ച് നിർദ്ദേശം നൽകാവുന്നതാണ്. പക്ഷേ ഇതുവരെയും ഇത് സംബന്ധിച്ചുള്ള ഒരു നീക്കങ്ങളും ദേശീയ അത്ലറ്റിക്സ് ഫെഡറേഷൻ നടത്തിയിട്ടില്ല. ആദ്യ ടീം 24-അംഗ ഇന്ത്യൻ ടീമിലെ ആദ്യ സംഘം ഈ തിങ്കളാഴ്ച ലണ്ടനിലേക്ക് ചിത്രയെ കൂടാതെ പറന്നിരുന്നു. മറ്റു PT ഉഷ ഉൾപ്പെടെയുള്ള പരിശീലകർ ഉൾപ്പെട്ട മറ്റൊരു ടീം കൂടി ഈ തിങ്കളാഴ്ച ലണ്ടനിലേക്ക് പോവാനിരിക്കുകയാണ്. ചിത്രയുടെ മത്സരം നടക്കുന്നത് ഈ ഓഗസ്റ്റ് 4-നാണ്. സ്പെഷ്യലൈസ്ഡ് ഇനമായ 1500 മീറ്റർ നടക്കുന്നത് ഓഗസ്റ്റ് 4-നാണ്. വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ചിത്രയുടെ മത്സരത്തിന് ബാക്കിയുള്ളൂ. ഈ ഒരു സാഹചര്യത്തിലും ഓരോ മണിക്കൂറും ചിത്രയുടെ സാധ്യത മങ്ങിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് ദേശീയ അത്ലറ്റിക്സ് ഫെഡറേഷൻ നടത്തുന്നത്. അഞ്ജു, മനു, എന്തായാലും ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ആദ്യമേ ചിത്രയുടെ പ്രവേശനം മുടക്കുക, പിന്നീട് ഹൈക്കോടതി വിധി ഉണ്ടായിട്ടും അതിനെയും അട്ടിമറിക്കാനുള്ള ഒരു നീക്കം, വ്യക്തമായ നീക്കം എന്ന് തന്നെ വിശേഷിപ്പിക്കേണ്ടി വരും. ഒരുപക്ഷെ കായിക താരങ്ങളെ വളർത്തിയെടുക്കേണ്ടവർ തന്നെ അവരെ തളർത്താൻ നടത്തുന്ന ശ്രമം അതേറെ വേദനാജനകമല്ലേ? തീർച്ചയായും അതെ. ഈ യോഗ്യതയില്ല എന്ന് പറഞ്ഞാണ് ചിത്രയെ ആദ്യം ടീമിൽ ഉൾപ്പെടുത്താൻ ഫെഡറേഷൻ തയ്യാറാകാതിരുന്നത്. ഇതിനുശേഷം ഇതേ താരം വെങ്കലം നേടിയിരുന്ന ഏഷ്യൻ അത്ലറ്റിക്സിൽ വെങ്കലം നേടിയിരുന്ന ദ്യുതി ചന്ദിനെ ഇതുപോലെ തന്നെ ഉൾപ്പെടുത്തിയിരുന്നില്ല. പിന്നീട് ഇമെയിൽ മുഖാന്തരം ദ്യുതി ചന്ദിനെ ഉൾപ്പെടുത്തണമെന്ന് ഫെഡറേഷൻ ആവശ്യപ്പെടുകയും അവസാന നിമിഷം ഈ താരത്തെ ഉൾപ്പെടുത്തുകയും ചെയ്തിരുന്നു. പക്ഷേ PU ചിത്രയുടെ കാര്യത്തിൽ ഈ ഒരു നീതി നടപ്പായില്ല. PU ചിത്രയെ ഇത്തരം ഒരു ഫെഡറേഷന്റെ ഇമെയിലോ മറ്റെന്തെങ്കിലും നിവേദനം നൽകാനോ ഇതുവരെയും ഈ മണിക്കൂറുകൾ പിന്നിടുമ്പോഴും
ഫെഡറേഷൻ തയ്യാറായിട്ടില്ല എന്നതാണ് ശ്രദ്ധേയമാകുന്നത്. അതും 2 അംഗങ്ങൾ ലോക അത്ലറ്റിക്സ് ഓർഗനൈസേഷനിൽ തന്നെ അംഗങ്ങളായവരാണ്. എന്നിട്ടും ഇത് സംബന്ധിച്ചുള്ള നിർദ്ദേശം നൽകാൻ ഇതുവരെ അതിൽ സുമരവല, ഇ.കെ. വത്സൻ തുടങ്ങിയ ഭാരവാഹികൾ തയ്യാറായിട്ടില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമാകുന്നത്. ഈ യോഗ്യതയില്ലാത്തത് എന്തുകൊണ്ടെന്ന് ഹൈക്കോടതി ചോദിച്ചെങ്കിൽ ഇപ്പോൾ യോഗ്യത ഉള്ളവരുടെ പട്ടികയിൽ ഉൾപ്പെടുത്താൻ സാധിക്കാത്തത് ചില സാങ്കേതിക പ്രശ്നങ്ങൾ മൂലമാണെന്നും അവസാന നിമിഷം സമയം അതിക്രമിച്ചു എന്നൊരു മറുപടി നൽകി ഈ കോടതി വിധിയെ നേരിടാനുള്ള നീക്കത്തിലേക്കാണ് ഫെഡറേഷൻ കടക്കുന്നത്. ഹൈക്കോടതി വിധി നടപ്പാക്കാൻ ചില ശ്രമങ്ങൾ നടത്തി, പക്ഷേ സമയം അവസാനിച്ചു. ഈ സമയം അവസാനിച്ചതുകൊണ്ട് ചിത്രയെ ഉൾപ്പെടുത്താനാകില്ല എന്ന നീക്കത്തിലേക്ക് കടക്കാനാണ് ഇപ്പോൾ ദേശീയ അത്ലറ്റിക്സ് ഫെഡറേഷൻ അംഗങ്ങൾ ശ്രമിക്കുന്നത് എന്നാണ് ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ. അതിനാൽ തന്നെ ഹൈക്കോടതി വിധി നടപ്പാക്കാൻ ശ്രമിച്ചു എന്നും പറയാം. കേന്ദ്രമന്ത്രി ഇത് സംബന്ധിച്ചുള്ള നിർദ്ദേശം നൽകിയെന്നും പറയാം. സ്വാഭാവികമായും ഒരു കോടതിയലക്ഷ്യ നടപടികളിലേക്കൊന്നും കടക്കേണ്ട ആവശ്യവുമില്ല. പകരം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ചിത്രയെ ടീമിൽ ഉൾപ്പെടുത്തേണ്ടതുമില്ല. അത്തരമൊരു നീക്കത്തിലേക്കാണ് ഫെഡറേഷൻ കടക്കുന്നത്. അവസാന നിമിഷം സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് ചിത്രയെ ഉൾപ്പെടുത്താൻ ആയില്ല എന്ന് ചൂണ്ടിക്കാട്ടി എന്തായാലും ലോക അത്ലറ്റിക്സ് ഫെഡറേഷൻ മുമ്പാകെ ഇതുവരെയും ദേശീയ അത്ലറ്റിക്സ് ഫെഡറേഷൻ സമീപിച്ചിട്ടില്ല എന്ന് തന്നെയാണ് ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ. അഞ്ജു, എന്തായാലും മനു, ഫെഡറേഷനകത്ത് തന്നെ ചില കള്ളക്കളികൾ നടക്കുന്നുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. അത് കഴിഞ്ഞ ദിവസം തന്നെ നമ്മോട് തന്നെ ഫെഡറേഷൻ അംഗം വ്യക്തമാക്കിയതാണ്. താനല്ല ചിത്രയുടെ യോഗ്യത റദ്ദാക്കിയതിന് പിന്നിൽ എന്നുള്ള തരത്തിലൊക്കെ. അതിന് ഒപ്പം നിന്നത് പി.ടി. ഉഷ ഉൾപ്പെടെ ഉള്ളവർ അക്കൂട്ടത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് ഉൾപ്പെടെ പുറത്തു വന്ന കാര്യങ്ങളാണ്. അങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു ഘട്ടത്തിൽ കൂടി ചില അസ്വാരസ്യങ്ങൾ ഫെഡറേഷന് ഉള്ളിൽ തന്നെ നിഴലിക്കുന്നുണ്ട് എന്ന് വേണ്ട മനസ്സിലാക്കാൻ. തീർച്ചയായും ഈ അത്ലറ്റിക്സ് ഫെഡറേഷൻ കഴിഞ്ഞ ദിവസം തന്നെ ഈ ഗവേണിംഗ് ബോഡി ഈ നിർദ്ദേശിക്കുന്ന അംഗങ്ങൾ പി.ടി. ഉഷ, ഷൈനി വിൽസൺ ഉൾപ്പെടെയുള്ളവരുടെ നിർദ്ദേശങ്ങൾ പി.യു. ചിത്രയ്ക്ക് എതിരെയായിരുന്നില്ലെന്നാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വാർത്താ സമ്മേളനം നടത്തി പി.ടി. ഉഷ വ്യക്തമാക്കിയിരുന്നത്. പക്ഷേ ദേശീയ അത്ലറ്റിക്സ് ഫെഡറേഷൻ അംഗം തന്നെ അത്തരമൊരു നിർദ്ദേശം ഇവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായെന്ന് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ഈ നിർദ്ദേശക അംഗങ്ങൾ, അതും ഇതിഹാസ താരങ്ങൾ പി.ടി. ഉഷ, ഷൈനി വിൽസൺ ഉൾപ്പെടെയുള്ള മലയാളത്തിന്റെ അഭിമാനമായ ഇതിഹാസ താരങ്ങൾ തന്നെ ഒരു എതിർ ദിശയിൽ പി.യു. ചിത്രയ്ക്ക് എതിരായി നിൽക്കുന്ന സാഹചര്യത്തിലെ ആശങ്ക കായിക പ്രേമികളെ അലട്ടിയത്. ഈ ഒരു സാഹചര്യത്തിലും ഫെഡറേഷനിൽ കൃത്യമായ ഒരു നിർദ്ദേശം പി.യു. ചിത്രയ്ക്ക് വേണ്ടി ആരും പച്ചക്കൊടി കാട്ടാൻ ഉണ്ടാകാതിരുന്നതും മറ്റൊരു കൃത്യമായ ഒരു മാർഗനിർദ്ദേശം നൽകുന്ന ആൾ ഉണ്ടാകാതിരുന്നതുമാണ് ഇത്തരം ഒരു തിരിച്ചടിക്ക് വഴിവെച്ചത് എന്ന വിലയിരുത്തൽ ഉണ്ടായിരുന്നു. എന്തായാലും അവസാന നിമിഷവും പി.യു. ചിത്രയ്ക്കുള്ള സാധ്യതകൾ മങ്ങുന്ന സാഹചര്യമാണുള്ളത്. ഈ ഓഗസ്റ്റ് 4-നാണ് പി.യു. ചിത്രയുടെ 1500 മീറ്റർ മത്സരം നടക്കാനിരിക്കുന്നത്. ഇതുവരെയും ഇന്ന് 29-ാം തീയതി ആകുമ്പോഴും ഇതുവരെയും ഇത് സംബന്ധിച്ചൊരു നിർദ്ദേശം ഹൈക്കോടതി വിധി വന്ന പശ്ചാത്തലത്തിലും നൽകാൻ ദേശീയ അത്ലറ്റിക്സ് ഫെഡറേഷൻ തയ്യാറായിട്ടില്ല. അതിനാൽ തന്നെ ഇപ്പോഴും ഈ ഒരു മണിക്കൂറുകളിലും ഫെഡറേഷന് മുമ്പിൽ സാധ്യതകളുണ്ട്. ചില സാങ്കേതിക പ്രശ്നങ്ങൾ കാരണമാണ് ഉൾപ്പെടുത്താതിരുന്നത്. യോഗ്യതയുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടി ഇപ്പോഴും ദേശീയ അത്ലറ്റിക്സ് ഫെഡറേഷന് ലോക അത്ലറ്റിക്സ് ഫെഡറേഷൻ മുമ്പാകെ അപ്പീൽ നൽകാവുന്നതാണ്. പക്ഷേ ഇതുവരെയും നൽകിയിട്ടില്ല. ഓരോ മണിക്കൂർ പിന്നിടുന്തോറും ചിത്രയുടെ സാധ്യത മങ്ങുകയാണ്. അഞ്ജു, ശരി, വ്യക്തമാണ്. പി.യു. ചിത്രയ്ക്ക് അനുകൂലമായ ഹൈക്കോടതി വിധി ഉണ്ടായിട്ടും അതിനെ അട്ടിമറിക്കാനുള്ള നീക്കമാണ് നിലവിൽ നടക്കുന്നത്. സാങ്കേതിക തടസ്സങ്ങൾ ചൂണ്ടിക്കാട്ടി ലണ്ടനിലേക്കുള്ള യാത്ര വൈകിപ്പിക്കാനാണ് നിലവിൽ ശ്രമം നടക്കുന്നത്. എന്തായാലും ഓരോ മണിക്കൂറുകൾ വൈകുന്തോറും അത് ചിത്രയുടെ സാധ്യതകളാണ് മങ്ങുന്നത്. വിവരങ്ങളാണ് മനുശങ്കർ നൽകിയത്. മറ്റു വാർത്തകളിലേക്ക് പോകുന്നു. തിരുവനന്തപുരത്ത് കോടിയേരിയുടെ വീട് ആക്രമിച്ചത് 8-അംഗ സംഘമെന്ന് പോലീസ്. 4 ബൈക്കുകളിലായി എത്തിയ സംഘത്തിന്റെ CCTV ദൃശ്യങ്ങൾ ലഭ്യമായി. ദൃശ്യങ്ങൾ പീപ്പിൾ TV പുറത്തുവിട്ടു. അക്രമികളെന്ന് സംശയിക്കുന്ന 2 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. വിവരങ്ങളുമായി ഷീജ ചേരുകയാണ്. ഷീജ, എന്തായാലും ആക്രമണത്തിന് മുതിരുന്ന പോകുന്ന ദൃശ്യങ്ങളാണ് നിലവിൽ ലഭിച്ചിരിക്കുന്നത്. അത് RSS പ്രവർത്തകർ തന്നെ എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ടോ? തീർച്ചയായും മഞ്ജു, RSS പ്രവർത്തകർ തന്നെയാണ് ഈ അക്രമത്തിന് പിന്നിൽ പങ്കെടുത്തിട്ടുള്ളത് എന്ന് തന്നെയാണ് ഇപ്പോൾ പോലീസിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന വിവരം. ഇവരുടെ ദൃശ്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ രാവിലെ മുതൽ നമ്മൾ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്ന ഈ CCTV ദൃശ്യങ്ങളിലൂടെ വ്യക്തമാകുന്നത്. പുലർച്ചെ 3:12 ആ സമയത്ത് തന്നെയാണ് കൃത്യം കോടിയേരി ബാലകൃഷ്ണനും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ മകൻ ബിനീഷ് കോടിയേരിയും താമസിക്കുന്ന മരുതൻകുഴിയിലെ വീടിന് സമീപത്തേക്ക് ഈ 4 ബൈക്കുകൾ കടന്നു പോകുന്നത് നമുക്ക് ഈ ദൃശ്യങ്ങളിലൂടെ തന്നെ വ്യക്തമാണ്. ഈ 4 ബൈക്കുകളിലായി 8-അംഗ സംഘമാണ് ആക്രമണം നടത്തിയത് എന്നാണ് പോലീസിന് കൃത്യമായി ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന വിവരം. ഇവർ കഴിഞ്ഞ ദിവസം തന്നെ ഈ CCTV ദൃശ്യം പോലീസിന് ലഭിച്ചിരുന്നു.
അതിന്റെ അടിസ്ഥാനത്തിലുള്ള അന്വേഷണവും പോലീസ് ഊർജിതമാക്കിയിരുന്നു. പ്രത്യേകിച്ചും ഇവർ കടന്നു വന്നിരുന്ന വഴികളിലെ മറ്റ് CCTV ദൃശ്യങ്ങൾ അതും ഇതിനെ അടിസ്ഥാനമാക്കി പോലീസ് പരിശോധിക്കുകയും ചെയ്തിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ 8-അംഗ സംഘത്തെ പോലീസ് തിരിച്ചറിഞ്ഞിട്ടുള്ളത് എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. BJP RSS സംഘം തന്നെയാണ് ഈ 4 ബൈക്കുകളിലായി എത്തി ആക്രമണം നടത്തിയത് എന്നാണ് പോലീസിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന വിവരം. ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ സംഘത്തിലുള്ള 2 പേരെ ഇതിനോടകം തന്നെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. മറ്റുള്ളവർക്കായുള്ള അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് എന്ന് തന്നെയാണ് പോലീസിൽ നിന്നും ലഭിക്കുന്ന വിവരം. ഇതിൽ ആരെങ്കിലും ഇനി ജില്ല വിട്ട് പുറത്തു പോയിട്ടുണ്ടോ എന്നത് സംബന്ധിച്ചും ഒരു അന്വേഷണം പോലീസ് നടത്തുന്നുണ്ട്. ഏതായാലും മറ്റുള്ള 6 പേർ ഈ പ്രത്യേകിച്ചും CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനും അദ്ദേഹത്തിന്റെ മകനും താമസിക്കുന്ന വീട് ആക്രമിച്ചതുമായി ബന്ധപ്പെട്ടുള്ള കേസിൽ ഈ 8 പേരിൽ ശേഷിക്കുന്ന 6 പേർക്കായി തെരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട് എന്ന് തന്നെയാണ് പ്രത്യേക അന്വേഷണ സംഘം നമ്മോട് വ്യക്തമാക്കുന്നത്. IG മനോജ് എബ്രഹാമിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഈ തലസ്ഥാനത്ത് നടന്നിട്ടുള്ള BJP RSS ആക്രമണം സംബന്ധിച്ചുള്ള കേസ് അന്വേഷിക്കുന്നത്. ഏതായാലും മറ്റുള്ള അക്രമികൾ ബാക്കിയുള്ള ശേഷിക്കുന്ന 6 പ്രതികളെയും ഉടൻ തന്നെ കസ്റ്റഡിയിലെടുക്കും എന്ന് തന്നെയാണ് നമുക്ക് പോലീസിൽ നിന്നും ലഭിക്കുന്ന വിവരം. അഞ്ജു, ശരി, വ്യക്തമാണ്. ഷീജയാണ് വിവരങ്ങൾ നൽകിയത്. പന്തളം കുറമ്പാലയിൽ CPM ലോക്കൽ കമ്മിറ്റി ഓഫീസിനു നേരെ RSS ആക്രമണം. ലോക്കൽ കമ്മിറ്റി ഓഫീസായ TS രാഘവൻപിള്ള സ്മാരക മന്ദിരത്തിനു നേരെ ഇന്നലെ രാത്രിയിലായിരുന്നു ആക്രമണം. 9 RSS പ്രവർത്തകർക്കു നേരെ പന്തളം പോലീസ് കേസെടുത്തു. ഇന്നലെ രാത്രിയോടെയായിരുന്നു സംഭവം. സംഘടിച്ചെത്തിയ അക്രമികൾ ഓഫീസ് എറിഞ്ഞു തകർത്ത ശേഷം വാതിൽ പൊളിച്ച് അകത്ത് കടന്ന ഓഫീസിലെ ഫർണിച്ചറുകളും ഫയലുകളും നശിപ്പിച്ചു. ശരത് തുണ്ടിൽ, ഉല്ലാസ്, ചെമ്പൻ എന്ന മനു, വിനീഷ്, രാജേന്ദ്രൻ, കുറ്റിവിള അജി, രഞ്ജിത്ത്, മനോഹരൻ, മിഥുൻ ശ്രീ തുടങ്ങിയ 9 RSS പ്രവർത്തകർക്ക് നേരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. പൊടിമരം മറിഞ്ഞു നടക്കുന്നു, പാർട്ടി ഓഫീസിൽ മൊത്തം തകർത്തിട്ടിരിക്കുന്നു, അകത്തിരുന്ന ഫയലുകളും മൊത്തം വലിച്ചു കീറി കളഞ്ഞിരിക്കുന്നു, ഫീസ് ഊരി ലൈൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് അത് ഫയൽ കത്തിച്ച് കളയുന്ന അവസ്ഥ ഉണ്ടായി. ഇന്നലെ പന്തളത്ത് നടന്ന പ്രകടനത്തിൻ്റെ ഭാഗമായിട്ട് ആണ് ഇന്നലെ മൊത്തം നടത്തിയിട്ടുള്ളത്. അത് കൃത്യമായിട്ട് നമ്മൾ അറിയുകയും ചെയ്യാറൊക്കെയാണ്. ഇന്നലെ വൈകിട്ട് പന്തളത്ത് CPM പ്രതിഷേധ പ്രകടനത്തിന് നേരെയും ചെറിയ തോതിൽ RSS അക്രമമുണ്ടായിരുന്നു. അതിന് തുടർച്ചയായാണ് രാത്രിയിൽ കുറമ്പാലയിൽ ലോക്കൽ കമ്മിറ്റി ഓഫീസിൽ അക്രമം നടത്തിയത്. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. തലസ്ഥാന നഗരിയിൽ നടന്ന അക്രമങ്ങളുടെ പശ്ചാത്തലത്തിൽ തിരുവനന്തപുരം നഗരത്തിലും പരിസര പ്രദേശങ്ങളിലും പോലീസ് സുരക്ഷ ശക്തമാക്കി. അക്രമികളെ പിടികൂടാൻ റേഞ്ച് IG മനോജ് എബ്രഹാം തലവനായി പ്രത്യേക സംഘം പ്രവർത്തനം ആരംഭിച്ചു. സംശയം തോന്നുന്ന വാഹനങ്ങൾ കസ്റ്റഡിയിലെടുക്കാൻ IGയുടെ നിർദ്ദേശം. സുരക്ഷയ്ക്കായി 450ഓളം സായുധ പോലീസ് സംഘത്തെ നഗരത്തിൽ വിന്യസിച്ചു. തലസ്ഥാന നഗരത്തിൽ കഴിഞ്ഞ ദിവസമുണ്ടായ അതിക്രമങ്ങളുടെ പശ്ചാത്തലത്തിലാണ് അക്രമികളെ കണ്ടെത്താനുള്ള റെയ്ഡുകൾക്ക് ഇന്നലെ രാത്രിയോടെ തുടക്കം കുറിച്ചത്. റെയ്ഡ് നടത്തുന്നതിനായി നഗരത്തിലെ 4 അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർമാരുടെ നേതൃത്വത്തിൽ 48-അംഗ പ്രത്യേക പോലീസ് സംഘം പ്രവർത്തനം ആരംഭിച്ചു. കൂടാതെ അടുത്ത 3 ദിവസത്തേക്ക് ഇരുചക്ര വാഹനങ്ങൾ പ്രത്യേകം പരിശോധിക്കാനും സംശയം തോന്നുന്ന വാഹനങ്ങൾ കസ്റ്റഡിയിലെടുക്കാനുമാണ് IG മനോജ് എബ്രഹാം നൽകിയിരിക്കുന്ന നിർദ്ദേശം. എന്നാൽ കുടുംബമായി യാത്ര ചെയ്യുന്ന യാത്രികർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കരുതെന്നും അദ്ദേഹം പോലീസിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരുടെ വീടുകൾ ആക്രമിച്ചവരെ ഉടൻ പിടികൂടണമെന്നാണ് സർക്കാർ പോലീസിന് നൽകിയിരിക്കുന്ന ഉത്തരവ്. അക്രമികൾ സംസ്ഥാനം വിട്ടു പോകാതിരിക്കാൻ അതിർത്തി പ്രദേശങ്ങളിലെ ചെക്ക് പോസ്റ്റുകൾ കേന്ദ്രീകരിച്ച് പ്രത്യേക പരിശോധനയും നടക്കുന്നുണ്ട്. അക്രമം വീണ്ടും ആരംഭിക്കുകയാണെങ്കിൽ നേതാക്കളെ കരുതൽ തടങ്കലിൽ വെക്കാനും പോലീസിന് പദ്ധതിയുണ്ട്. നിരോധനാജ്ഞ പ്രഖ്യാപിച്ചതിനാൽ നഗരത്തിൽ പ്രകടനങ്ങൾക്കും പൊതുയോഗത്തിനും വിലക്കുണ്ട്. MG കോളേജിലെ SFIക്കാരെ ആക്രമിച്ച സംഭവത്തിൽ 4 ABVP പ്രവർത്തകരെ പേരൂർക്കട പോലീസ് പിടികൂടി. ഗോകുൽ, നന്ദു, അഭിനന്ദ്, അജേഷ് എന്നിവരാണ് അറസ്റ്റിലായത്. നഗരത്തിൽ സമാധാന ജീവിതം പൂർണ്ണമായും പുനഃസ്ഥാപിച്ചതായി ലോക്നാഥ് ബെഹ്റ വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചു. സംയമനം പാലിക്കണമെന്ന് ഇരുവിഭാഗം പാർട്ടി പ്രവർത്തകരോടും അദ്ദേഹം അഭ്യർത്ഥിച്ചു. BJP അതിക്രമമുണ്ടായ സ്ഥലങ്ങൾ CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ സന്ദർശിച്ചു. അറസ്റ്റിലായ IP ബിനുവിനെ കോടതിയിലേക്ക് കൊണ്ടുപോകുന്നതറിഞ്ഞ് നിരവധി ആളുകളാണ് മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ തടിച്ചുകൂടിയത്. പാർട്ടി എടുക്കുന്ന ഏത് നടപടിയും ശിരസാവഹിക്കുമെന്ന് ബിനു മാധ്യമങ്ങളോട് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ഹണിബി 2 സിനിമയുടെ സംവിധായകൻ ജീൻ പോളിനും നടൻ ശ്രീനാഥ് ഭാസിക്കുമെതിരായ പുതുമുഖ നടിയുടെ പരാതിയിൽ സിനിമയുടെ സെൻസർ ചെയ്യാത്ത കോപ്പി പോലീസ് പരിശോധിക്കും. ചിത്രത്തിൽ തനിക്ക് പകരം ബോഡി ഡബിൾ ഉപയോഗിച്ചു എന്ന നടിയുടെ പരാതിയിലാണ് പോലീസ് സെൻസർ കോപ്പി പരിശോധിക്കുന്നത്. ഇപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വാർഷിക ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കുകയാണ്. തത്സമയ സംപ്രേഷണം. ഇവിടെ 10,000-ങ്ങൾക്ക് വെളിച്ചമേകിയ ഒരു ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രമാണിത്.
നല്ല രീതിയിൽ ഈ കഴിഞ്ഞ കാലയളവിൽ ഈ സർവകലാശാലയ്ക്ക് പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ് നമ്മുടെ നാടിൻ്റെ അനുഭവം. 1968 നമ്മുടെ നാടിൻ്റെ അന്നത്തെ പ്രത്യേകതകളെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് ഈ സർവകലാശാല രൂപം കൊണ്ടത്. കേരളത്തിൻ്റെ മറ്റു പ്രദേശങ്ങളുമായി താരതമ്യപ്പെടുത്തിയാൽ വിദ്യാഭ്യാസ രംഗത്ത് ആ കാലത്ത് മലബാർ ഭാഗം പിന്നിലായിരുന്നു. ഈ പിന്നോക്കാവസ്ഥ പരിഗണിച്ചുകൊണ്ടാണ് ഇവിടെ ഒരു ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രം വേണമെന്ന് ആ കാലത്ത് ആലോചിക്കാനിട വന്നത്. അന്നത്തെ അവസ്ഥ പരിശോധിച്ചാൽ വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ നമ്മുടെ ഈ പ്രദേശങ്ങളിൽ വളരെ കുറവായിരുന്നു. അതുകൊണ്ടാണ് 1968 അന്നത്തെ EMSന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ ഇത്തരമൊരു സർവകലാശാല സ്ഥാപിക്കാൻ തീരുമാനമെടുത്തു. അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി CH മുഹമ്മദ് കോയ ഇക്കാര്യത്തിൽ പുലർത്തിയ താൽപ്പര്യവും സ്മരണീയമാണ്. ഇവിടെ നേരത്തെ വൈസ് ചാൻസലർ ആ കാലത്തുണ്ടായിരുന്ന കോളേജുകളുടെ എണ്ണവും ഇപ്പോഴുള്ള അവസ്ഥയും താരതമ്യപ്പെടുത്തുകയുണ്ടായി. അതുകൊണ്ട് അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഇന്ന് 3.5 ലക്ഷം വിദ്യാർത്ഥികളുടെ പഠനവും പരീക്ഷകളും കൈകാര്യം ചെയ്യുന്ന അതിബൃഹത്തായ ഒരു സർവകലാശാലയായി മാറാൻ ഈ സർവകലാശാലയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. അത് എല്ലാ അർത്ഥത്തിലും അഭിമാനകരമായ ഒരു കാര്യമാണ്. നാം ഈ വിസ്തൃതിയിലൊക്കെ അഭിമാനിക്കുമ്പോൾ തന്നെ എവിടെയാണ് നിൽക്കുന്നത് എന്നതിനെക്കുറിച്ച് കൃത്യമായി ധരിച്ചു പോകേണ്ടതും ഉണ്ട് എന്നാണ് തോന്നുന്നത്. കേന്ദ്ര മാനവശേഷി വികസന മന്ത്രാലയം സാധാരണ നിലക്ക് നടത്തുന്ന ഒരു റാങ്കിംഗ് ഉണ്ട്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ റാങ്കിംഗ് ഫ്രെയിംവർക്ക്. ഇതിൽ ഈ സർവകലാശാലയ്ക്ക് 57ാം സ്ഥാനം ഉണ്ട്. 57ാം സ്ഥാനം എന്നത് ഇപ്പോൾ ഉള്ളത് പരിഗണിക്കുമ്പോൾ നാം ചിന്തിക്കേണ്ടത് ആദ്യത്തെ 10 സ്ഥാനങ്ങൾക്കിടയിൽ വരുമ്പോഴാണ് വലിയൊരു മികവിൻ്റെ കേന്ദ്രമായ ഒരു വിദ്യാഭ്യാസ കേന്ദ്രമായി പരിഗണിക്കപ്പെടുക. അപ്പോൾ 57 നിന്ന് ഇനിയും നമുക്കേറെ ദൂരം സഞ്ചരിക്കാനുണ്ട് ഈ 10-നുള്ളിലേക്ക് പെടാൻ എന്നത് നാം തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. നമ്മുടെ രാജ്യത്ത് ആകെയുള്ള ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ
93-ാം സ്ഥാനമാണ് നമ്മുടെ സർവകലാശാലയ്ക്കുള്ളത്. ഇതും വലിയ തോതിൽ നമുക്ക് അഭിമാനിക്കാൻ വക നൽകുന്ന ഒന്നല്ല. യഥാർത്ഥത്തിൽ അഭിമാനിക്കാൻ വക നൽകുന്ന ഒരു കാര്യം പ്രവർത്തന മികവിൻ്റെ അടിസ്ഥാനത്തിൽ എ ഗ്രേഡ് നാക് അക്രഡിറ്റേഷൻ സർവകലാശാലയ്ക്ക് ലഭിച്ചിട്ടുണ്ട് എന്നതിനാണ്. അക്രഡിറ്റേഷനിൽ ഉയർന്ന ഗ്രേഡ് ലഭിച്ചു എന്നത് വസ്തുതയാണ്. എന്നാൽ അതുകൊണ്ട് മാത്രം നാം മികച്ചതായി മാറുന്നില്ല. നാം വിദ്യാഭ്യാസ രംഗത്ത് മികച്ചതായി വരലാണ് ഏറ്റവും പ്രധാനം. ഇവിടെ വിജ്ഞാനോൽപാദനത്തെ വ്യക്തമായി നിർണയിക്കുന്ന സൂചികയായി അക്രഡിറ്റേഷൻ മാറേണ്ടതായിട്ടുണ്ട്. ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ ജനകീയവൽക്കരണ കാര്യത്തിൽ സർവകലാശാലകൾ നടത്തുന്ന ഇടപെടലുകൾ കൂടി ഗ്രേഡ് നിശ്ചയിക്കുന്നതിന് മാനദണ്ഡമാക്കുന്നത് നന്നാകും എന്നാണ് തോന്നുന്നത്. അറിവിൻ്റെ ഉൽപാദനത്തിനും പ്രസരണത്തിനും അങ്ങേയറ്റത്തെ പ്രാധാന്യം നൽകേണ്ട സ്ഥാപനങ്ങളാണ് സർവകലാശാല. അവിടെ അക്കാദമിക് രംഗത്ത് പ്രാഗൽഭ്യമുള്ളവരുടെ ശക്തമായ നേതൃത്വവും വ്യക്തമായ അക്കാദമിക് നയവും ഗവേഷണ സ്വാതന്ത്ര്യവും ഭൗതിക സാഹചര്യങ്ങളും ഒരുമിക്കേണ്ടതായിട്ടുണ്ട്. അക്കാദമിക് പ്രതിഭകൾക്ക് പരമാധികാരമുള്ള സ്ഥാപനങ്ങളിൽ മാത്രമേ ഫലപ്രദമായ അധ്യാപനവും അധ്യയനവും ഗവേഷണവും ഒക്കെ നടക്കുകയുള്ളൂ. നമ്മുടെ രാജ്യത്തിൻ്റെ മൊത്തം സാഹചര്യമെടുത്താൽ നിർഭാഗ്യകരമായ ഒരു അവസ്ഥ നിലനിൽക്കുന്നുണ്ട് എന്നത് നാം മറക്കാൻ പാടില്ല. അക്കാദമിക് പ്രതിഭകൾക്ക് പകരം വർഗീയ ശക്തികൾക്ക് മേൽക്കൈ ലഭിക്കുന്ന ഒരു അന്തരീക്ഷത്തിൽ ശ്വാസം മുട്ടുന്ന ഉന്നത വിദ്യാഭ്യാസ മേഖലയെ നമ്മുടെ രാജ്യത്ത് കാണാൻ നമുക്ക് കഴിയും. ഈ അവസ്ഥ തുടരേണ്ട ഒന്നല്ല, ഇത് മാറേണ്ടതാണ്. സർവകലാശാലകളെ അധ്യയന കേന്ദ്രീകൃതമാക്കാനാവണം. വർഗീയമായ പുറം ഇടപെടലുകളിൽ നിന്ന് പൂർണ്ണമായി സർവകലാശാലകൾ മുക്തമാവണം. ഉത്തരങ്ങളെ ചോദ്യം ചെയ്തും തിരുത്തിയുമുള്ള മുന്നേറ്റമാണ് നല്ല അധ്യയനം. ക്യാമ്പസ് എന്ന് പറയുമ്പോൾ വിമർശബുദ്ധി വികസിക്കേണ്ട ഇടമാണ് എന്ന് നാം എപ്പോഴും ഓർക്കണം. പക്ഷേ നമ്മുടെ രാജ്യത്ത് ഇത്തരത്തിൽ സജീവമാകേണ്ട ക്യാമ്പസുകൾക്ക് പകരം ആ ക്യാമ്പസിൻ്റെ അന്തരീക്ഷം നിർജീവമാകുന്നു എന്ന അവസ്ഥ ഉയർന്നു വന്നിട്ടുണ്ട്. ഇത് ആഗോള മൂലധന വ്യവസ്ഥിതിയുടെ ഒരു ആവശ്യം കൂടിയാണ്. അവർക്ക് വേണ്ടത് ജ്ഞാനോൽപാദകരായ കുറേ റോബോട്ടുകളെയാണ്. സ്വതന്ത്ര ചിന്തയുടെ ഉൽപാദകരെയല്ല അവർക്ക് ആവശ്യം. സാമൂഹ്യ നീതിബോധം, അധികാര വിമർശം,
അധിനിവേശ വിമർശം, അധീശത്വ വിമർശം, ഇവയൊക്കെയാണ് ക്യാമ്പസുകളെ എപ്പോഴും സജീവമാക്കുന്നത്. ചിന്തയിലെ ഈ രാഷ്ട്രീയമാണ് അധ്യയനത്തെ മികവുറ്റതാക്കുന്നത്. നല്ല പൗരസമൂഹത്തെ സൃഷ്ടിക്കുന്നതിനും ഈ അന്തരീക്ഷം ഒഴിച്ചുകൂടാത്തതാണ്. എന്നാൽ ഇതിനൊന്നിനും ഇടമില്ലാത്ത കേന്ദ്രങ്ങളായി നമ്മുടെ കേന്ദ്ര സർവകലാശാലകൾ പോലും മാറുന്നു എന്ന വിമർശനം രാജ്യത്ത് ശക്തമായി ഉയർന്നു വരികയാണ്. ഹൈദരാബാദ് മുതൽ JNU വരെയുള്ള സർവകലാശാലകളിലെ അനുഭവങ്ങൾ നമ്മുടെ രാജ്യത്തിൻ്റെ മുന്നിലുണ്ട്. നമ്മുടെ ഒരു സർവകലാശാലയും ബിരുദാനന്തര പഠന പദ്ധതികളുടെ ഫലപ്രാപ്തി എന്താണെന്ന് പ്രഖ്യാപിക്കുന്ന രേഖയുണ്ടാക്കിയിട്ടില്ല. അതുപോലെ തന്നെ ഓരോ കോഴ്സിനും പ്രത്യേകം അധ്യയന ഫലം നിശ്ചയിക്കുന്ന സമ്പ്രദായവും നമുക്കില്ല. ലോകമെങ്ങും അധ്യാപന നിലവാരം മെച്ചപ്പെട്ടതാണോ എന്ന് അളക്കുന്നത് ഫലപ്രാപ്തിയും അധ്യയന ഫലവും മാനദണ്ഡമാക്കിക്കൊണ്ടാണ്. അതനുസരിച്ചാണ് അധ്യാപന രീതി നിശ്ചയിക്കുന്നത്. എന്നാൽ നമ്മുടെ ഒരു സർവകലാശാലയ്ക്കും ഇത്തരത്തിൽ മുൻ നിശ്ചിത കഴിവുകളെ ലക്ഷ്യമാക്കിയുള്ള അധ്യാപനമോ അധ്യയനമോ മൂല്യനിർണയമോ നിലവിലില്ല. ഇത് ഗൗരവമായ ചർച്ച ഉയർന്നു വരേണ്ട ഒരു വിഷയമാണ്. അത് അക്കാദമിക് പണ്ഡിതന്മാരാണ് നടത്തേണ്ടത്. അതുകൊണ്ട് തന്നെ ആ വിഷയം അവർക്ക് വിടുകയാണ്. ഉന്നത വിദ്യാഭ്യാസം പുതിയ അറിവുകളുടെ ഉൽപാദനത്തിന് പ്രാപ്തിയുണ്ടാക്കുന്നതാവണം. ദേശീയ സമ്പത്തിന് മുതൽക്കൂട്ടുണ്ടാക്കുന്ന വിധത്തിലും ഉള്ളതായി മാറണം. വിജ്ഞാന സമ്പദ്ഘടനയിലെ പുതിയ ഉൽപ്പന്നം എന്തെന്ന് തീരുമാനിക്കുന്നത് ഇപ്പോൾ കോർപ്പറേറ്റുകളാണ്. കമ്പോള മൂല്യമുള്ള അറിവാണത്. യൂറോപ്പിലെയും അമേരിക്കയിലെയും കോർപ്പറേറ്റ് മാളുകളിൽ നിന്നുള്ള പോളിസി ഷോപ്പിങ്ങിലൂടെ കരുപ്പിടിപ്പിക്കുന്ന വിദ്യാഭ്യാസ നയം നമ്മുടെ ദേശീയ പ്രാദേശിക സാംസ്കാരിക വളർച്ചയെ ഒരു തരത്തിലും സഹായിക്കില്ല. ഉറച്ച രാഷ്ട്രീയ ഇച്ഛാശക്തിയും ജനകീയ പ്രശ്നങ്ങളിലുള്ള ഊന്നലും യാഥാർത്ഥ്യബോധത്തോടെയുള്ള സമീപനവും അക്കാദമിക് അധികാരവും ബദൽ വിദ്യാഭ്യാസ സംസ്കാരത്തിന് അത്യന്താപേക്ഷിതമാണ്. ദേശീയ പ്രാദേശിക വിദ്യാഭ്യാസ മണ്ഡലം രാഷ്ട്ര പുരോഗതിക്കു വേണ്ടി അത്യധികം അവധാനതയോടെ ആസൂത്രണം ചെയ്യേണ്ട ഒന്നാണ്. പണമില്ലെന്ന് പറഞ്ഞ് മാറ്റിവെക്കേണ്ട കൂട്ടത്തിലല്ല, മറിച്ച് അനുപേക്ഷണീയമായവയുടെ കൂട്ടത്തിലാണ് വിദ്യാഭ്യാസ വികസനത്തെ പരിഗണിക്കേണ്ടത്. ഇതാണ്
സംസ്ഥാന സർക്കാർ മുന്നോട്ട് വെക്കുന്ന നയം. ഉന്നത വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട് ആശാസ്യമല്ലാത്ത ഒട്ടേറെ വാർത്തകൾ നമ്മുടെ രാജ്യത്ത് ഉയർന്നു വരുന്ന ഒരു ഘട്ടമാണിത്. ജനാധിപത്യപരമായ അവകാശങ്ങൾ പരിമിതപ്പെടുത്താൻ പലതരത്തിലുള്ള ശ്രമങ്ങൾ നടക്കുകയാണ്. സ്വാശ്രയ സ്ഥാപനങ്ങളിലെ അരുതായ്മകൾ, വിദ്യാഭ്യാസ ഗുണനിലവാരത്തിൻ്റെ ശോഷണം, സാമ്പത്തിക അസമത്വം, ക്യാമ്പസുകളുടെയും കരിക്കുലത്തിൻ്റെയും വർഗീയവൽക്കരണം, ഇങ്ങനെയുള്ള അനേകം പ്രശ്നങ്ങളാണ് ഓരോ ദിവസവും ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഉയർന്നു വരുന്നത്. മനുഷ്യ സ്വാതന്ത്ര്യങ്ങളെക്കുറിച്ച് പഠിപ്പിക്കുകയും പ്രായോഗിക തലത്തിൽ അതൊക്കെ നിഷേധിക്കുകയും ചെയ്യുന്ന സമീപനം ഒരു പരിഷ്കൃത സമൂഹത്തിന് ചേർന്നതല്ല. അത്തരം സമീപനങ്ങൾ ആരുടെ ഭാഗത്തു നിന്നുണ്ടായാലും അത് തിരുത്തപ്പെടേണ്ടത് തന്നെയാണ്. നമ്മുടെ രാജ്യത്ത് പൗരാണിക സങ്കല്പങ്ങളിൽ അഭിരമിക്കാനുള്ള താല്പര്യം അധികാര കേന്ദ്രങ്ങളിൽ തന്നെ ഉയർന്നു വരുന്നുണ്ട്. വിദ്യാർത്ഥി സംഘടനകളുടെ പ്രതിഷേധ ശബ്ദങ്ങളെ അടിച്ചമർത്തുന്നതും നമ്മൾ കാണുകയാണ്. അക്കാദമിക് കൗൺസിൽ പോലെയുള്ള സമിതികളെയും ഗവേഷണ സമിതികളെയും വിദ്യാഭ്യാസത്തിൻ്റെ ആസൂത്രണ നടത്തിപ്പ് സ്ഥാപനങ്ങളെയും പുരോഗമന വിരുദ്ധരെ കൊണ്ട് നിറക്കുന്നതും നാം കാണുകയാണ്. വർത്തമാനകാലത്തെയും ഭാവിയെയും വിസ്മരിച്ച് ഭൂതകാലത്തിൻ്റെ കീർത്തിയുടെ പെരുമ്പറ കൊട്ടുന്നവർക്ക് സർവകലാശാലകളെ ഏൽപ്പിച്ചു കൊടുക്കാനുള്ള നീക്കവും നാം കാണുന്നു. ഇവിടെ സയൻസിനെയും യുക്തിയെയും ഒക്കെ തറവാടിത്ത ഘോഷണം കൊണ്ട് പകരം വെക്കാനാണ് നോക്കുന്നത്. ഇടശ്ശേരി നേരത്തെ എഴുതിയൊരു കാര്യം നാം ഓർക്കുന്നത് നല്ലതാണ്. ഇത്തറവാടിത്ത ഘോഷണത്തെ പോലെ വൃത്തികെട്ടിട്ടില്ല മറ്റൊന്നും ഊഴിയും. സയൻസിനെയും യുക്തിയെയുമൊക്കെ തറവാടിത്ത ഘോഷണം കൊണ്ട് പകരം വെക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. ഇതെല്ലാം വർഗീയതയുടെ കൃത്യമായ അജണ്ടയുടെ ഭാഗമായി വരുന്ന നീക്കങ്ങളാണ്. രാജ്യത്താകമാനം ഉയരുന്ന പ്രതിഷേധ സ്വരങ്ങളെ അടിച്ചമർത്താനാണ് ദൗർഭാഗ്യവശാൽ രാജ്യത്താകെ ശ്രമം നടക്കുന്നത്. വിദ്യാർത്ഥികളുടെ സർവതോന്മുഖമായ വ്യക്തിവികാസത്തെ തടസ്സപ്പെടുത്തുന്ന പ്രവണതകൾക്കാണ് ചില കേന്ദ്രങ്ങൾ മുൻഗണന നൽകുന്നത്. വിദ്യാഭ്യാസം പരിഷ്കരിക്കുക എന്നാൽ യുക്തിചിന്ത ഇല്ലാതാക്കുക എന്നാണ് ഇക്കൂട്ടർ അർത്ഥമാക്കുന്നത്. സിലബസ് പരിഷ്കരണം എന്ന പേരിൽ നടത്തുന്നത് പ്രതിലോമകരമായ വർഗീയവൽക്കരണമാണ്. വിദ്യാർത്ഥികളുടെയും കലാലയങ്ങളുടെയും അവകാശങ്ങൾ ഇല്ലായ്മ ചെയ്യുക വഴി രഹസ്യമായി തങ്ങളുടെ അജണ്ട നടപ്പാക്കാനാണ് ഇക്കൂട്ടർ ശ്രമിക്കുന്നത്. സർവകലാശാലകളെയും വിദ്യാഭ്യാസത്തെയും കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മുടെ രാജ്യത്താകെ
ഈ മേഖലയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അവഗണിക്കാൻ നമുക്ക് കഴിയില്ല. സ്വാതന്ത്ര്യ സമരത്തിൻ്റെ നായകന്മാരിൽ പലരെയും വാർത്തെടുത്തത് അവർ പഠിച്ച ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായിരുന്നു എന്നത് നാം ഓർക്കണം. ഇന്ത്യ സ്വതന്ത്ര മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കായതിനു ശേഷം നമ്മുടെ നാടിൻ്റെ പുരോഗതി ഉറപ്പുവരുത്തുന്നതിൽ വലിയ പങ്കുവഹിച്ച സ്ഥാപനങ്ങളാണ് നമ്മുടെ രാജ്യത്തെ കലാലയങ്ങളും സർവകലാശാലകളും. ഇന്ന് ഇവയെല്ലാം ഉടച്ചു വാർക്കാനുള്ള രാഷ്ട്രീയ ഇടപെടലുകൾ ഗൂഢോദ്ദേശത്തോടെ വ്യാപകമായി നടക്കുകയാണ്. പോണ്ടിച്ചേരിയിലും ഹൈദരാബാദിലും പൂനെയിലും ഡൽഹിയിലും ഹിമാചലിലും ജാദവ്പൂരിലും രാജസ്ഥാനിലും ഗുജറാത്തിലുമെല്ലാം നാം ഇതിൻ്റെ ദൃഷ്ടാന്തങ്ങൾ കണ്ടതാണ്. പഠനത്തിന് പുസ്തകങ്ങളും താമസത്തിന് മുറികളും മറ്റും വേണ്ട ഒരു സർവകലാശാലയിൽ അടിയന്തരമായി വേണ്ടത് ടാങ്കാണ് എന്ന് കരുതുന്നവരെക്കുറിച്ച് എന്താണ് പറയാൻ പറ്റുക? വിദ്യാഭ്യാസം ഒരു വ്യക്തിയുടെ സാർവത്രികമായ വളർച്ചക്കുതകുന്നതാകണം എന്നത് മനസ്സിലാക്കാതെ അത് നാടിൻ്റെ ബഹുസ്വരതയെ ഉൾക്കൊള്ളാനും കൊണ്ടാടാനും കഴിയും വിധം നമ്മുടെ ബോധത്തെ വികസിപ്പിക്കണമെന്നതും മനസ്സിലാക്കാതെ സങ്കുചിതമായ കാഴ്ചപ്പാടുകളുടെ പേരിൽ വിദ്യാർത്ഥികളും അധ്യാപകരും ആക്രമിക്കപ്പെടുന്ന ഇടങ്ങളായി നമ്മുടെ രാജ്യത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ചില നിക്ഷിപ്ത താൽപ്പര്യങ്ങൾ ചുരുക്കിക്കളയുകയാണ്. ഇവിടെയാണ് നമ്മുടെ നാട്, ഈ കൊച്ചു കേരളം ഇതിലൊന്നും വീണുപോകാതിരിക്കുന്നത് എന്നത് അഭിമാനപൂർവ്വം നാം ഓർക്കണം. എന്താണ് ഇത്തരത്തിലൊരു വേറിട്ട് നിൽക്കലിന് നമ്മെ പ്രാപ്തമാക്കിയത്? നമ്മുടെ നാട്ടിൽ മതേതരത്വവും ജനാധിപത്യവും സംരക്ഷിക്കുന്ന നിലപാട് പൊതുവെ നമ്മുടെ ജനങ്ങളാകെ മതനിരപേക്ഷതയിൽ ഊന്നിക്കൊണ്ട് ഉയർത്തിപ്പിടിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികളെയും ജോലി ചെയ്യുന്ന ജീവനക്കാരെയും പഠിപ്പിക്കുന്ന അധ്യാപകരെയും ഇവിടുത്തെ അധികാരികളെയും ഈ അവസരത്തിൽ ഒരു കാര്യം ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ രാജ്യം രൂപീകൃതമായത് ആധുനിക സമൂഹങ്ങൾ വിലമതിക്കുന്ന സ്വാതന്ത്ര്യം, ജനാധിപത്യം, സോഷ്യലിസം, മതേതരത്വം തുടങ്ങിയ ചില ആശയങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. നമ്മുടെ ഭരണഘടനയുടെ അന്തസ്സത്തയും അതുതന്നെയാണ്. അവയുടെ സംരക്ഷണത്തിനും വളർച്ചയ്ക്കും ഉതകുന്ന അക്കാദമിക സാമൂഹ്യ ഇടപെടലുകളാണ് ഉയർന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് ഇന്ന് നമ്മുടെ നാടിന് ആവശ്യമായിട്ടുള്ളത്. ഈ കാര്യം നിങ്ങൾ ഓരോരുത്തരും മനസ്സിൽ വെക്കണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ശക്തമായ ഇടപെടലാണ് സംസ്ഥാന സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു വിശദീകരണത്തിലേക്ക് ഞാൻ ഈ ഘട്ടത്തിൽ കടക്കുന്നില്ല, ഇപ്പോൾ തന്നെ കുറച്ചധികം സമയമായി എന്നതുകൊണ്ട്. സംസ്ഥാനത്തെ സർവകലാശാലകളെ മികവിൻ്റെ കേന്ദ്രങ്ങളാക്കുകയാണ് സർക്കാരിൻ്റെ ഉദ്ദേശം. ലോക നിലവാരത്തിലേക്ക് നമ്മുടെ സർവകലാശാലകളും ചില കലാലയങ്ങളും
ഉയരണം എന്ന് തന്നെയാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. ലോക വിജ്ഞാന ഘടനയെ നമ്മുടെ പുതിയ തലമുറയുടെ വിജ്ഞാന ഘടനയുമായി വിളക്കി ചേർക്കുന്ന വിലപ്പെട്ട കണ്ണിയാക്കുക,